നമസ്കാരം. എന്താണ് ഇത്? എന്തൊക്കെയാണ് നടക്കുന്നത്? 212 റൺസ് അടിക്കുക, അതിനെ അവർ തിരിച്ചടിക്കുക, അത് ടൈ ആകുക, വീണ്ടും 16 റൺസ് അടിക്കുക, അതിനെ തിരിച്ച് വീണ്ടും ഇന്ത്യ എന്ത് ചെയ്യുക, ടൈ ആക്കുക, വീണ്ടും കളിക്കുക, അതിൽ ലാസ്റ്റ് ഇന്ത്യ ജയിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ കളിയായിരുന്നു. കളി തീരുന്നതേ ഇല്ല. കണ്ടുകൊണ്ടിരുന്നു ഇപ്പൊ തീരും എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ വീണ്ടും ചെയ്യാവൂന്ന് ഞാൻ കരുതി. പക്ഷെ ഇന്ത്യ ജയിച്ചു. നമ്മുടെ ഹിറ്റ്മാൻ, നമ്മുടെ മാടൻ രോഹിത്തിന്റെ എന്താ പറയുക, ക്ലെവർ ആയിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം, എന്തൊരു ബിഷ്ണോയെ കൊണ്ട് ഓവർ എറിയിക്കാമെന്നുള്ള തീരുമാനം, അതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. വെറും 12 റൺസ് മതിയായിരുന്നു. രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ വെറും 12 റൺസ് മതിയായിരുന്നു. ഈ പറഞ്ഞ ആവേശ് ഖാനെയൊക്കെ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ മൂന്നാമത്തെ ഓവർ ബോളിൽ അവർ ജയിക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ബിഷ്ണോയെ കൊണ്ട് ബോൾ കൊടുത്തു, 2 വിക്കറ്റും തള്ളിയിട്ട് 1 റൺസ് കൊടുത്തു. 3 ബോൾ 2 വിക്കറ്റ് 1 റൺസ് തള്ളി 1 റൺസേ വിട്ടുകൊടുത്തോളൂ. അതോടുകൂടി ഇന്ത്യ കളി ജയിച്ചു. ആഘാതം, ഒരു സമാധാനം. മറ്റൊന്നുമല്ല, ഇന്ത്യ ഈ പറയുന്ന മാടൻ രോഹിത്തിന്റെ ആ സെഞ്ചുറി 121, അവന്റെ എനിക്ക് തോന്നുന്നത് T20യിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോറായ 120 പാഴായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത് പാഴായില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്നെ അടിച്ച് കൂട്ടിയത് മാടൻ രോഹിത്. അതിപ്പം ഈ പറയുന്നത് 69 ബോളിൽ നിന്ന് 121 റൺസ് ആട്ടി. ഈ പറഞ്ഞ 24-ൽ 4 വിക്കറ്റ്, 24-ൽ 4 വിക്കറ്റാ പോയത്. വിരാട് കോഹ്ലി ഫസ്റ്റ് ബോളിൽ ഔട്ട്. സഞ്ജു സാംസൺ, നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സഞ്ജു. ഇതിൽ നിന്നും നിങ്ങളെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരു തരത്തിലും എനിക്ക് സാധിക്കില്ല. കാരണം സഞ്ജു എപ്പോഴും നോക്കിയിരിക്കുന്ന ഇതുപോലുള്ള ക്രൂഷ്യൽ സമയങ്ങൾ ഇന്നായിരുന്നു സഞ്ജു കളിക്കാനുണ്ടായിരുന്നത്. മനസ്സിലായി? ഇന്ന് റിങ്കു കളിച്ചില്ലേ, ആ സ്ഥാനം സഞ്ജു എടുക്കാനുള്ളായിരുന്നു. സഞ്ജു 0-ൽ ഔട്ടായതല്ല, എന്റെ തൊട്ട് 3 വിക്കറ്റ് പറ തീർന്ന് 24-ൽ 3 നിൽക്കുമ്പോൾ അത് ഫസ്റ്റ് ബോളിൽ തന്നെ അടിച്ച് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? പ്രഷറാണോ ഇങ്ങനെയുള്ള സിറ്റുവേഷനില്? കളഞ്ഞു കുളിച്ചു എന്ന് പറയാം. നല്ലൊരു അവസരം ദൈവമായിട്ട് കൊണ്ടു തന്നതായിരുന്നു. ഈ കളഞ്ഞു കുളിച്ചു സഞ്ജു എന്നേ എനിക്ക് പറയാനുള്ളൂ. അവിടെ വളരെ ക്ലവറായിട്ട് അത് ഉപയോഗപ്പെടുത്തിയത് ആരെന്നറിയാം? റിങ്കു ആണ്. അവൻ ഇന്ത്യൻ ടീമിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഒരു 10 കളിയെ ഉണ്ടാക്കാതെ അവൻ ഇന്ത്യൻ ടീമിൽ ഉറപ്പിച്ചു. കാരണം ഇതുപോലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കളിക്കുക, അതാണ് വേണ്ടത് നമുക്ക്. അപ്പൊ 24-ൽ 4 നിന്ന് അല്ലെ, 22-ൽ 4 നിന്ന് 212-ൽ 4 രണ്ടുപേരും നോട്ട് ഔട്ട് ആയിട്ടിരുന്നു. രോഹിത് ശർമ്മ 121 റൺസ്, 69 ബോളിൽ നിന്ന് 11 ഫോറുകളും 8 സിക്സുകളും. ഒരു സിക്സ് പോയാണ്ടോ അങ്ങ് ഗാലറി തട്ടിയിട്ട് തിരിച്ചു വന്നത്. എന്റെ അമ്മ. റിങ്കു സിംഗ് 39 ബോളിൽ 69 റൺസ്, 2 ഫോറും 6 സിക്സ്. അങ്ങനെ അതായത് ആദ്യത്തെ 10 ഓവറിൽ 61-ന് 4 അടുത്ത 10 ഓവറിൽ സത്യം പറഞ്ഞാൽ 151 റൺസ് അടിച്ചു, 1 വിക്കറ്റും പോവാതെ. നമ്മൾ ഈസി ആയിട്ട് പൂ പോലെ പുഷ്പം പോലെ ജയിക്കുമെന്നൊക്കെ കരുതി. അവന്മാര് വന്ന് അങ്ങോട്ട് തുടങ്ങി. അവന്മാര് ഓപ്പണർ വന്ന് ഗുർബാസ് ആയാലും എല്ലാണും കൂടി അടി. ഞാനൊട്ടും പ്രതീക്ഷിച്ചു. നോക്കിയപ്പോൾ ഞാൻ കുറെ നേരം കളി കാണായിരുന്നു. നോക്കിയപ്പോഴാ അവന്മാര് ജയിക്കാൻ വേണ്ടി പോകുന്നു. അവന്മാരും 212 റൺസ് അടിച്ചു. എന്തോ ഭാഗ്യത്തിന് ടൈ ആവും. അപ്പോഴേ ജയിച്ച് ബോളായിരുന്നു. ശരി, ഉടനെ സൂപ്പർ ഓവർ കൊടുത്തു. സൂപ്പർ ഓവറിൽ അവന്മാർ എനിക്ക് തോന്നുന്നു 16 റൺസ് അടിച്ചു കൂട്ടി. ഇന്ത്യ തിരിച്ചെന്ത് ചെയ്തു? രോഹിത് ശർമ്മ അവിടെയും അടിച്ചു 2 സിക്സ്. എന്നിട്ട് ഇന്ത്യക്കും 16 അടിക്കാൻ സാധിച്ചോളൂ. അത് ടൈയായി. അടുത്ത ഇന്ത്യ ബാറ്റിംഗ് ചെയ്തു. രോഹിത് ശർമ്മ വീണ്ടും 1 സിക്സ് 1 ഫോർ അടിച്ചു. 1 സിക്സ് 1 ഫോർ എടുത്ത് സിംഗിൾ എടുത്ത് മാറിക്കൊടുത്തതിൽ വീണ്ടും ആ കൂടി മൊത്തം അടിച്ചത് 11 റൺസ്.